എല്ലാവർക്കും KMTVയുടെ കർണാട്ടിക് വയലിൻ ലെസൺ പാർട്ട് 59ലേക്ക് സ്വാഗതം. ഞാൻ അജയ്കുമാർ ജി. വളരെ താമസിച്ചാണ് നമ്മൾ ഈ കർണാട്ടിക് വയലിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറായ യൂക്കട്ടിൽ അതിലെ പ്രോ വെർഷനിൽ കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ടായിരുന്നതിനാൽ സമയത്ത് വീഡിയോ ഇടാൻ സാധിച്ചില്ല. ദയവായി എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്വരജതി, മൂന്നാമത്തെ സ്വരജതി ആനന്ദഭൈരവി രാഗത്തിലുള്ളതാണ്. ആനന്ദഭൈരവി ജന്യരാഗമാണ്. നം ഭൈരവി എന്ന 20ാം മേളകർത്ത രാഗത്തിൻ്റെ ജന്യരാഗമാണിത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ ഇതിൻ്റെ ക്ലാസ് എടുത്തു തീർത്താണ്. ഇത് ചരണങ്ങൾ വരെ 1ഉം 2ഉം എടുത്തു തീർത്താണ്. അപ്പോൾ ഞാൻ അതിലൊരു കാര്യം പറഞ്ഞിരുന്നു, ഇനി മുന്നോട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ സാധാരണ വായിക്കുന്ന പോലെ അല്ല വയലിനെ വായിക്കേണ്ടത്. ശകലം ഗമകം ഒക്കെ കൊടുത്തു വേണം നമ്മൾ ഇത് വായിക്കേണ്ടത്, ഈ സ്വരജതികൾ. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ള ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ആനന്ദഭൈരവി രാഗത്തിൽ അവരോഹണത്തിൽ ധ എന്ന് പറയുന്ന സ്വരം അന്യസ്വരമായിട്ട് വരുന്നുണ്ട്. അപ്പം ആരോഹണത്തിൽ 2 പ്രാവശ്യം ശുദ്ധഗാന്ധാരവും വരുന്നുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് വായിക്കേണ്ടത്, നമുക്ക് വായിക്കേണ്ട രീതി ഒന്ന് നോക്കാം. ശകലം ഗമകമൊക്കെ കൊടുത്ത് വായിക്കണം, എങ്കിലേ സുഖം. അപ്പോൾ അത് നോക്കാം നമുക്ക്. ഇതാ പ പ മ ഗ മ പ മ പ മ ഗ രി ഗ മ ഗ രി സ സ സ സ രി സ ഗ രി ഗ മ പ ദ മ പ മ ഗ രി ഗ മ. നിങ്ങൾ കണ്ടു കാണും ഇതെങ്ങനെയാ വായിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇതിപ്പം പലരും അങ്ങനെ പഠിച്ചിട്ടില്ല. ഞാൻ ആദ്യം മുതലേ പറഞ്ഞായിരുന്നു ഇത് പഠിക്കണം, 3rd സ്ട്രിങ് സരിഗമ മുഴുവൻ വായിക്കണം. അപ്പൊ അതൊന്നുകൂടെ അത് ഞാൻ കാണിച്ചു തരാം. ദാ ഒന്നുകൂടെ വായിച്ച് കാണിക്കാം. ഇത് മായാമാളവുള്ള രാഗത്തിലാണ് ഞാൻ വായിക്കുന്നത്, ആനന്ദഭൈരവി അല്ലത്. സ രി ഗ മ പ ദ ഇങ്ങനെ വായിച്ച് പഠിക്കണം സരിഗമ. അതുപോലെ തന്നെ ഒന്നാമത്തെ കമ്പിയൽ പ ദ നി സ രി ഗ മ പ, ഇത്രയും വരെയെങ്കിലും പോകണം. തിരിച്ചും അതുപോലെ വായിച്ച് പഠിക്കണം. ഏറ്റവും ബെസ്റ്റ് രീതി ജണ്ടവരിശയുടെ ആദ്യം എടുക്കുക, ആ ജണ്ടവരിശ വായിക്കുക. സ സ കണ്ടോ, സാ സാ രി രി ഗ ഗ മ മ പ പ ദ ദ നീ നീ സാ സാ. അവിടെ തിരിച്ചു വരിക.
ഈ ജണ്ടവരിശ മുഴുവൻ ഇതുപോലെ തന്നെ വായിച്ച് പഠിക്കുക. നിങ്ങളുടെ കൈക്ക് നല്ല ഓട്ടം കിട്ടും. ചിലരിപ്പം വിചാരിക്കും, എന്നെ കാണുന്നവർ വിചാരിക്കും അയ്യോ ഇതൊരു വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത്. 2 തവണ വളരെ സ്ലോയിൽ ഒന്നാമത്തെ ജണ്ടവരിശ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത് കിട്ടും. പിന്നെ ശങ്കരാഭരണത്തിലാണ് ഞാൻ പറഞ്ഞല്ലോ, രാഗങ്ങളുടെ അകത്തെ സ്വരങ്ങളുടെ ഭാവം അനുസരിച്ച് നമ്മളതിനെ മേളിലും താഴെയുമായിട്ട് വായിക്കും. ആ രൂപത്തിൽ ഇത് വായിച്ച് നിങ്ങൾ പഠിക്കുക. ഒരുപാട് ഗുണമുണ്ടാകും. കാരണം പന്തുവരാളി എന്നും പറഞ്ഞൊരു രാഗമുണ്ട്, അതിലെ മാ വലുത്. അപ്പോൾ ആ മാ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതാണല്ലോ കൈ നീങ്ങുകയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അത് വായിക്കാൻ വേണ്ടി ഈ മായ വായിക്കുന്നത്. ആ മായോട് ശകലം മേളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പായ, ശകലം വ്യത്യാസമുള്ളൂ. അപ്പം അങ്ങനെ വായിക്കണത് ഇതുപോലെ വരും. അപ്പം ഇങ്ങനെ വായിച്ച് പഠിക്കുക. പഠിച്ചു കഴിയുമ്പോൾ ഇത് ശരിയാവും. ഒന്നുകൂടെ ഞാനത് കാണിച്ചു തരാം. അനുപല്ലവി പാ പാ മാ പാ സാ സാ നീ സാ മാ ഗ രി സാ നീ സാ. കണ്ടു കാണുമല്ലോ നിങ്ങൾ. ഇതേ രൂപത്തിൽ ഇത് മുഴുവൻ വായിക്കണം. അപ്പോൾ ഇതിൻ്റെ 1, 2ൻ്റെയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അതിലെ സ്വരങ്ങൾ മിക്കതും വന്നിട്ടുണ്ട്. അതിന് മുന്നോടിയായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ എക്സസൈസ് കൂടെ നിങ്ങൾ നോക്കുക. സ ഗ രി ഗ മ. കണ്ടോ? ഒന്നുകൂടെ സ ഗ രി ഗ മ പ പ. Again, sa ni da pa ma ga ri sa. ഈ രൂപത്തിൽ ഇത് വായിച്ച് പഠിക്കുക. അതിനുശേഷം ഞാൻ മുമ്പ് പറഞ്ഞതല്ലേ പാ പാ ഇതേ രൂപത്തിൽ വായിച്ച് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് വ്യത്യാസം വരും. അപ്പം ഞാൻ ഈ വായിച്ച സ്പീഡിൽ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അതിലും താഴെ പോവുക. ഞാൻ ഈ വായിക്കുന്നത് ഒറിജിനൽ സ്പീഡിൽ എത്തിയിട്ടില്ല. ഇത് സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു തന്നതാണ്. ഈ രൂപത്തിൽ ഇത് പ്രാക്ടീസ് ചെയ്യണം. അതിനുശേഷമേ അത് സ്പീഡിലാകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതിലൊക്കെ ഉപരി ഈ ബുക്ക് കർണാടക സംഗീതം എന്ന സുരേഷ് നാരായണൻ സാർ എഴുതിയ ബുക്ക് വാങ്ങിച്ച് ഈ സ്വരം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം നല്ലപോലെ. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിൽ നമ്മൾ കണ്ടുമുട്ടുന്നതും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.